ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കരങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവന് കോട്ടയും സങ്കേതവും, അവന് ജീവന്റെ സംഗീതവും, അവന് ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല. കരുതുന്ന സ്നേഹപിതാവാണവൻ. തളരേണ്ടതില്ല, ഞാൻ പതറേണ്ടതില്ല. കരുതുന്ന സ്നേഹപിതാവാണവൻ. അവന് കോട്ടയും സങ്കേതവും, അവന് ജീവന്റെ സംഗീതവും, അവന് ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. മധുരാജ്യമാകും വചനങ്ങളാലൻ കടലങ്ങൾ മായ്ക്കുന്നവൻ. മധുരാജ്യമാകും വചനങ്ങളാലൻ കടലങ്ങൾ മായ്ക്കുന്നവൻ. കുരിശോളമെന്നെ തൻ നെഞ്ചോടു ചേർക്കും. കരുതുന്ന സ്നേഹപിതാവാണവൻ. കുരിശോളമെന്നെ തൻ നെഞ്ചോടു ചേർക്കും. കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്.
കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയം പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടും. കരുതുന്ന സ്നേഹപിതാവാണവൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുവചനം ധ്യാനിപ്പാൻ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് സാവകാശം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുക, യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുക, യഥാർത്ഥമായ സമാധാനവും സന്തോഷവുമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുക, ഈ ഭൂമിയിലെ താൽക്കാലികമായ ജീവിതകാലത്ത് മാത്രമല്ല, മരണത്തിനപ്പുറമുള്ള വരുവാനുള്ള നിത്യതയിലെ ആ ഭാഗ്യകരമായ പ്രത്യാശയോടെ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പുറമേ യഹൂദനായവൻ യഹൂദനല്ല എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പുറമേ ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടെങ്കിലും എന്നാൽ യഥാർത്ഥമായ ആത്മീയ സന്തോഷം അനുഭവിക്കണമെങ്കിൽ യേശുക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന, ഹൃദയത്തിൽ രൂപാന്തരം വന്ന, ഹൃദയം മാറിയ, ഹൃദയം കർത്താവിന് സമർപ്പിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും പ്രത്യാശയും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഭൂമിയിൽ നാം നോക്കിയാൽ ഇന്ന് മനുഷ്യൻ പലവിധമായ പ്രശ്നങ്ങളിൽ, ലോകത്തിൻ്റെ വിഷയങ്ങളിൽ എല്ലാം ഇടപെട്ട് അവൻ യഥാർത്ഥമായ സന്തോഷമോ സമാധാനമോ ഇല്ലാതെ ജീവിതത്തിൻ്റെ പലവിധമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ആകുലപ്പെട്ടും തള്ളി നീക്കുന്ന ജീവിതങ്ങളാണ് അനേകരും. മനുഷ്യൻ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഇന്ന് അനേകരും പറയുന്ന ഒരു വിഷയമുണ്ട്. വല്ലാത്ത കടബാധ്യത, കടഭാരം വന്നു കയറിയിരിക്കുന്നു, എങ്ങനെ വീട്ടുമെന്നറിഞ്ഞുകൂടാ, ഒരു മാർഗവും മുന്നിൽ കാണുന്നില്ല, ഒരു പോംവഴിയും ജീവിതത്തിൻ്റെ മുമ്പിലേക്ക് നോക്കുമ്പോൾ കാണുന്നില്ല. രോഗം ഒരു വശത്ത്, മക്കളുടെ വിദ്യാഭ്യാസം ഒരു വശത്ത്, കടബാധ്യത ഒരു വശത്ത്, ഭാവിയിലേക്ക് നോക്കുമ്പോൾ വേണ്ടതുപോലെ ഉപജീവനത്തിനുള്ള മാർഗങ്ങളില്ല. ഈ വക വിഷയങ്ങൾ കൊണ്ട് മനുഷ്യൻ എന്ന് വിചാരപ്പെട്ടും ഭാരപ്പെട്ടും ജീവിക്കുന്ന ഒരു കാലയളവിലാണ് ജീവിക്കുന്നത്. ഒരിക്കൽ ഒരു പ്രിയപ്പെട്ട ദേവദാസൻ ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ജീവിതത്തിൽ വലിയ ഒരു കടബാധ്യതയിൽ അകപ്പെട്ടു പോയപ്പോൾ നിരാശപ്പെട്ട് മുഖം കുമ്പിട്ട് പോയിരുന്ന ആ മനുഷ്യനോട് ചോദിക്കുകയുണ്ടായി, ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ദൈവത്തോട് ഒരു ആലോചന ചോദിച്ചിരുന്നോ എന്ന്. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഇടപെട്ട് ഈ വലിയ കടബാധ്യതയിലായി പോകുന്നതിന് മുമ്പ് ദൈവത്തോടോ ദൈവമക്കളോടോ ഒരു ആലോചന ചോദിച്ചിരുന്നോ എന്ന്. ദൈവമക്കളെ, എന്താണ് പലപ്പോഴും മനുഷ്യൻ സ്വന്തം ബുദ്ധിയിൽ സ്വന്തം വിവേകത്തിലൂന്നി പലവിധമായ കാര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, പലതിലും ചെന്നു പറ്റിയാൽ മനുഷ്യന് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രയാസമായ അനുഭവമാണ് മനുഷ്യജീവിതത്തിൽ കടന്നു വരുന്നത്. പെട്ടെന്നൊരു രോഗം വരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല, അതിനെ എങ്ങനെയും തരണം ചെയ്തേ കഴിയാൻ കഴിയും. എന്നാൽ ഈ ഭൂമിയിലെ മറ്റുള്ള പല വിഷയങ്ങളിലേക്ക് അകപ്പെട്ട് മനുഷ്യൻ സാമ്പത്തികമായി തകർന്നു പോകുന്നു, നിരാശപ്പെട്ടു പോകുന്നു, വിചാരപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു ഭവനത്തിലേക്ക് ക്ഷണിച്ചു എന്ന്. യേശുക്രിസ്തു ഒരു ഭവനത്തിലേക്ക് ചെന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ബേഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് യേശുക്രിസ്തു കടന്നുവന്ന ഒരു രംഗമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബേഥാന്യയിലെ മാർത്തയുടെയും മറിയയുടെയും ഭവനം, ലാസറിന്റെ ഭവനം,
അത് യേശുക്രിസ്തുവിലൂടെ പ്രസിദ്ധമായ ഒരു ഭവനമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവരാലും അവഗണന അനുഭവിച്ച, ആരും കയറി ചെല്ലാതിരുന്ന അപ്പനായ ശീമോനായ കുഷ്ഠരോഗിയോർത്ത് ഒരു കാലത്ത് അവഗണന അനുഭവിച്ച ഭവനമാണ്. എന്നാൽ ഇന്ന് സൃഷ്ടാവായ കർത്താവായ യേശുക്രിസ്തു ആ ഭവനത്തിൽ കടന്നു ചെന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഈ വേദഭാഗം വായിക്കുമ്പോൾ അവിടെ ലാസറിനെ കുറിച്ചോ അപ്പനായ ശീമോനെ കുറിച്ചോ ഒന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അവിടെ മാർത്തിയെയും മറിയെയും കുറിച്ച് മാത്രമേ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൂ. വായിക്കാം. പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. മാർത്തയും മറിയയും അടങ്ങുന്ന ആ ഭവനത്തിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെന്നിരിക്കുന്നത്. ഒരു അതിഥി അല്ലെങ്കിൽ ഒരു ആതിഥേയൻ, ഒരു ആദരണീയനായ വ്യക്തി ഒരു ഭവനത്തിലേക്ക് കടന്നു ചെന്നാൽ എങ്ങനെയെല്ലാം അവരെ സ്വീകരിക്കാമോ, എങ്ങനെയെല്ലാം അവരെ സൽക്കരിക്കാമോ, അതിനുവേണ്ടി മനുഷ്യൻ അധ്വാനിക്കുന്ന ഒരു തലമുറ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മനുഷ്യൻ ഇന്ന് ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്ന ഒരു കാലയളവിലാണ് ജീവിക്കുന്നത്. ആവശ്യത്തിലധികം ആഹാരം കഴിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു അതിഥി വന്നു അല്ലെങ്കിൽ ഒരു സൽക്കരിക്കേണ്ട വ്യക്തി വന്നു എന്നാൽ അതിന് അതിരുവിട്ട ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ സൽക്കാരങ്ങളോ പ്രിയപ്പെട്ടവരെ അതെല്ലാം ദൈവം പ്രസാദിക്കുന്നതല്ല. മനുഷ്യൻ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഒരു മനുഷ്യന് കഴിക്കാവുന്ന ആഹാരത്തിനും അതിനു വേണ്ട വിഭവങ്ങൾക്കുമെല്ലാം ഒരു പരിധിയുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യൻ അതിനെല്ലാം വേണ്ടി അവൻ്റെ വിലയേറിയ സമയവും അവൻ്റെ പണവും വൃഥാ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് ആഹാരം കഴിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ കൊതിയുള്ള പ്രിയപ്പെട്ടവരെ, ശരിയായ ആഹാരം കഴിക്കാൻ കഴിയുന്നവർ തന്നെ വളരെ കുറവാണ്. എല്ലാ ആഹാരവും കഴിക്കാൻ കഴിയുന്നവർ വളരെ കുറവായ ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ഇന്ന് അതിനെല്ലാം വേണ്ടി ബന്ധപ്പെടുകയും വിലയേറിയ സമയം അതിനെല്ലാം വേണ്ടി ചിലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. മാർത്തയും മറിയയും അടങ്ങുന്ന ആ ഭവനത്തിലേക്ക് യേശുക്രിസ്തു കയറി ചെന്നു. മാർത്തയുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമേ ഉള്ളൂ, എന്ത്? ഇവനെ എങ്ങനെയെങ്കിലും സൽക്കരിക്കണം, എന്തെല്ലാം കൊണ്ട് യേശുവിനെ സൽക്കരിക്കാമെന്നുള്ളതാണ് മാർത്തയുടെ ചിന്ത. നാം വായോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, എന്നാൽ മറിയ യേശു വന്ന പാടെ യേശുവളുടെ ഭവനത്തിലേക്ക് ചെന്നത് മുതൽ അവൾ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. അവൾ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഇരിക്കുകയാണ്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന ആ നിത്യജീവന്റെ ആലോചനകൾ കേൾക്കുവാൻ, സമാധാനത്തിൻ്റെ തൂമൊഴികൾ കേൾക്കുവാൻ, മനുഷ്യഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ യേശുക്രിസ്തു അരുളി ചെയ്യുന്ന ആ വചനങ്ങൾ കേൾക്കുവാൻ അവൾ ആശയോടെ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. മാർത്ത അടുക്കളയിൽ അധ്വാനിക്കുകയാണ്, പലവിധമായ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോകപ്രകാരമുള്ള യേശുവിനെ സ്വീകരിക്കുവാനുള്ള ബെത്തപ്പാടില് അവൾ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാർത്ത ആദ്യം ചിന്തിച്ചു കാണുമെന്ത്? അല്പസമയം കഴിയുമ്പോൾ, ഒരു കുശലപ്രശ്നമെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവൾ അടുക്കളയിലേക്ക് വരും, എന്നെ സഹായിക്കുമായിരിക്കുമെന്ന് മാർത്ത ചിന്തിച്ചു കാണണം. എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, മാർത്ത ആ ശുശ്രൂഷയിലെല്ലാം ക്ഷീണിച്ചു പോയി, കുഴഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, അവളുടെ മനസ്സ് ക്ഷീണിച്ചു പോയി എന്ന് അവിടെ നാം വായിക്കുന്നുണ്ട്. വായിക്കാം. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുകയിൽ നിനക്ക് വിചാരമില്ലയോ? അവളുടെ ഉള്ളിലെ ആ പരിഭവങ്ങൾ മറച്ചു വെച്ചില്ല. അവളുടെ മനസ്സിലെ ആ ക്ഷീണവും ആ പിറുപിറുപ്പും ആ ഇഷ്ടക്കുറവും സഹോദരിയോടുള്ള പരിഭവം ഒന്നും അവൾ മറച്ചു വെച്ചില്ല. അവൾ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഈ അടുക്കളയിൽ ശുശ്രൂഷ ചെയ്യുവാൻ, ഈ ബെത്തപ്പാടിനെല്ലാം എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്കൊരു വിചാരമില്ലയോ എന്ന്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഞാനിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ മറിയ അതിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നു. കർത്താവേ, നിനക്കിതിലൊരു വിചാരവുമില്ലയോ? നിനക്ക് എന്നെക്കുറിച്ചൊരു കരുതലില്ലയോ എന്നാണ് മാർത്ത യേശുവിനോട് ചോദിക്കുന്നത്. മനുഷ്യൻ ഇന്ന് വ്യർത്ഥമായ കാര്യങ്ങളിൽ അകപ്പെട്ട് മനുഷ്യന്റെ ഹൃദയം നിരാശപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വിധത്തിലും സമാധാനം പ്രാപിക്കാൻ കഴിയുന്നില്ല. പലവിധമായ ശുശ്രൂഷകൾ കൊണ്ട് മനുഷ്യൻ ക്ഷീണിച്ചു പോകുന്നു, നിരാശപ്പെട്ടു പോകുന്നു. അവൻ്റെ ഹൃദയത്തിൽ പരിഭവങ്ങൾ വരുന്നു, ചോദ്യങ്ങൾ വരുന്നു, പിറുപിറുപ്പുകൾ വരുന്നു, മത്സര ചിന്തകൾ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാമാണ്
ഇന്ന് അനേക ശുശ്രൂഷ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മാർത്ത യേശുവിനോട് ചോദിക്കുകയാണ്, ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് ഒരു വിചാരവുമില്ലയോ കർത്താവേ എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് അതിന് മറുപടി പറയുന്നുണ്ട്. വായിക്കാം. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊറ്റി വിചാരപ്പെട്ടും നിന്റെ മനസ്സ് കലങ്ങിപ്പോയിരിക്കുകയാണ്. നീ ഒരു കാര്യമല്ല ചിന്തിക്കുന്നത്. അല്ല, ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, നിന്റെ ഹൃദയത്തിൽ ഒരു ഏകാഗ്രതയില്ല. നിന്റെ ഹൃദയം ലോകത്തിന്റെ ചിന്തകൾ കൊണ്ട് വഷളായി പോയിരിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുകയാണെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിയിരിക്കുകയാണോ? നമ്മുടെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുകയാണോ? പലവിധമായ വിഷയങ്ങളിൽ അകപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നാം വഷളായിപ്പോയ അനുഭവത്തിലാണോ ആയിരിക്കുന്നത് എന്ന്. ദൈവമക്കളെ, ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ഒരു പാപമല്ല മാർത്ത ചെയ്യുന്നത്. ചെയ്യേണ്ട കാര്യം തന്നെയാണ് മാർത്ത ചെയ്യുന്നത്. യേശുവിന് വേണ്ടി പലതും ഒരുക്കുന്നു. യേശുവിനെ ശുശ്രൂഷിക്കുവാൻ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവ് അവളോട് പറഞ്ഞു, അതൊന്നുമല്ല തെറ്റായി പോയത്. പിന്നെയോ അവളുടെ ഹൃദയം കർത്താവിനോട് കൂടെ ആയിരുന്നില്ല. അവളുടെ ഹൃദയം യേശുവിനോട് കൂടെ ആയിരുന്നില്ല. അവളുടെ ഹൃദയം ലോകത്തിലെ പലതും ചിന്തിച്ചിട്ട് അവളുടെ ഹൃദയത്തിൽ പരിഭവവും ഇഷ്ടക്കുറവും മുഷിച്ചിലുമെല്ലാം വന്നിട്ട് അവളുടെ ഹൃദയത്തിൽ ഇഷ്ടക്കുറവും മുഷിച്ചിലും പരിഭവങ്ങളും എല്ലാം കടന്നു വന്നു. കർത്താവ് പറഞ്ഞു, നിന്റെ ഹൃദയം പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, നാം ചിന്തിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും മക്കളെക്കുറിച്ചുള്ള വിഷയങ്ങളുമെല്ലാം ചിന്തിച്ച് നമ്മുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുകയാണോ? വിചാരപ്പെട്ടിരിക്കുകയാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? മനുഷ്യൻ ഇന്ന് നാളെയിലേക്ക് നോക്കി നിരാശപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ സാമ്പത്തികമായി ഉയർന്നുവെങ്കിലും ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയ സാമ്പത്തിക മാന്ദ്യത്തിൽ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. കർത്താവ് മാർത്തയോട് പറഞ്ഞു, നിന്റെ ഹൃദയം പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, നിന്റെ മനസ്സ് കലങ്ങിയുമാണിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട മനുഷ്യൻ വിചാരപ്പെടുന്ന പല കാരണങ്ങളുണ്ട്. നാം പലരും ചിന്തിക്കുന്നത് ഇല്ലായ്മ കൊണ്ടല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെന്നാൽ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവിടെ ഒരു മനുഷ്യന് സമ്പത്ത് ഉണ്ടായതുകൊണ്ട്, അവന് ഇഷ്ടം പോലെ വിളവുണ്ടായതുകൊണ്ട് അവൻ വിചാരപ്പെടുന്നതായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? പ്രിയപ്പെട്ടവരെ, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമിയെല്ലാം നന്നായി വിളഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു വിളവ്, വലിയൊരു സമ്പത്ത് അവന് കിട്ടിയപ്പോൾ അവൻ പറയുകയാണ്, എന്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. അവൻ വിചാരിക്കുകയാണ്, അവൻ വിചാരപ്പെടുന്നതെന്നുകൊണ്ടാ. അവന് കടമുള്ളത് കൊണ്ടല്ല, പട്ടിണിയുള്ളത് കൊണ്ടല്ല, നാളെയിലേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഇല്ലായ്മയുള്ളതുകൊണ്ടല്ല. പിന്നെയോ അവന്റെ സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നു, ധനം കുന്നുകൂടിയിരിക്കുന്നു. അവൻ ചിന്തിക്കുകയാണ്, ഇനി ഇതെല്ലാം എന്ത് ചെയ്യുമെന്നോർത്ത് അവൻ വിചാരപ്പെടുകയാണ്. ദൈവമക്കളെ, ഈ ലോകത്തില് അങ്ങനെ ഒരു വിഭാഗമുണ്ട്. എന്ത്, എന്റെ സ്വത്ത് എന്ത് ചെയ്യേണ്ടു, എന്റെ സമ്പാദ്യം എങ്ങനെ ചെലവഴിക്കേണ്ടു, ഇതെങ്ങനെ സ്വരുക്കൂട്ടി വെക്കേണ്ടു എന്ന് ചിന്തിക്കുന്ന, വിചാരപ്പെടുന്ന അവരും വിചാരപ്പെടുകയാണ്. ദൈവമക്കളെ, മനുഷ്യൻ ചിന്തിക്കും എല്ലാം ഉണ്ടെങ്കിൽ സ്വസ്ഥതയായി, ഇഷ്ടംപോലെ പണമുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്ന്. അങ്ങനെയല്ല ദൈവമക്കളെ. പണമുള്ളവനും പ്രയാസങ്ങളുണ്ട്. അവനും വിചാരപ്പെടുകയാണ്, എന്ത്, എന്റെ ഈ ധനം എന്ത് ചെയ്യേണ്ടു, ഇതെങ്ങനെ സ്വരൂപിച്ചു വെക്കണ്ടേ എന്ന് ആ ധനവാൻ വിചാരപ്പെടുകയാണ്. മനുഷ്യൻ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് പല കാര്യങ്ങളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരപ്പെടരുത് എന്ന്. 6-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ആകയാൽ നാം എന്തു തിന്നും, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു കുടിക്കും, എന്തു ഉടുക്കും, എന്തുടുക്കും. പ്രിയപ്പെട്ട മനുഷ്യന്റെ പ്രധാനമായ ചിന്തകളാണ് എന്ത്, ഈ ആകയാൽ നാം എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും. വായിച്ചോ. എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. കർത്താവ് തന്റെ മക്കളോട് പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ
എന്തു തിന്നും, എന്തുടുക്കും, എന്തു കുടിക്കുമെന്ന് ഈ ലോകത്തിലെ കാര്യങ്ങളെ പ്രതി നിങ്ങൾ വിചാരപ്പെടരുത്. വായിക്കാം. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. കർത്താവ് പറയുകയാണ്, ഇതൊക്കെ മനുഷ്യന്റെ ചിന്തയിൽ ഉള്ളതാണ്. അതെല്ലാം അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം വിചാരപ്പെടുന്നത് അത് ജാതികളാണ്. സത്യദൈവത്തെ അറിയാത്തവരാണ്, ജീവനുള്ള ദൈവത്തെ അറിയാത്തവരാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു വിഭാഗം ഈ ലോകത്തുണ്ടെന്ന് കർത്താവ് പറയുകയാണ്. ഊമവിഗ്രഹങ്ങളെ ആരാധിക്കുന്നവര്, കാണുവാനും കേൾപ്പാനും പ്രിയപ്പെട്ടവരെ സംസാരിപ്പാനും കഴിയാത്ത ഊമവിഗ്രഹങ്ങളെ, ജാതികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിചാരപ്പെടുന്നത് എന്ന് ആ അധ്യായത്തിൽ തന്നെ കർത്താവ് പിന്നെയും പറയുന്നുണ്ട്. ജാതികളുടെ കാര്യം 6-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കർത്താവ് തന്നെ പറയാണ്, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണം പ്രിയപ്പെട്ടവരെ വാരി കോരി പലതും പറഞ്ഞതുകൊണ്ട് ഉത്തരം കിട്ടുമെന്ന് അവർക്ക് തോന്നുന്നത്. ജാതികൾക്ക് തോന്നുകയാണ് വാരി കോരി അല്ലെങ്കിൽ ഉറക്കെ അട്ടഹസിച്ചെല്ലാം പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന് അവർ ചിന്തിക്കുന്നു. അവരോട് തുല്യരാകരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, എന്റെ മക്കളായ നിങ്ങൾ, ക്രിസ്തുവുള്ള മക്കൾ, പ്രിയപ്പെട്ടവരെ ജീവിതം സമർപ്പിച്ച മക്കള്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന മക്കള്, അവരീ ജാതികളോട് തുല്യരാകരുതെന്ന് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെ ജാതികളുടെ ആരാധന എങ്ങനെയാണെന്ന്, പ്രിയപ്പെട്ടവരെ ഫെലിസ്ത്യര് അവര് ആരാധിച്ചത് എങ്ങനെയാണെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാം. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി. പ്രിയപ്പെട്ടവരെ, രംഗം നമുക്കറിയാം. ഇസ്രായേൽ ദൈവത്തെ വിട്ട് വഷളത്വത്തിലേക്ക് പോയപ്പോൾ ഏലിയാവ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് ചവിട്ടി മുമ്പോട്ട് പോകും, സത്യദൈവം ആരാണെന്ന് ഇന്ന് വെളിപ്പെട്ടു വരണം, അല്ലെങ്കിൽ ഇന്ന് തെളിഞ്ഞു വരണമെന്നുള്ള ആ ഏലിയാവിന്റെ നിഷ്ഠയുടെ മുമ്പില്, ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ മുമ്പില് പ്രിയപ്പെട്ടവരെ ബാലിന്റെ പ്രവാചകന്മാരും ഏലിയാവും 2 കൂട്ടമായി നിൽക്കുകയാണ്. 2 പേരും യാഗം കഴിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഏലിയാവ് പറഞ്ഞു, ഈ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ആരുടെ യാഗം ദഹിപ്പിക്കുന്നുവോ അവനാണ് ജീവനുള്ള ദൈവമെന്ന്. 1-ാമത്തെ യാഗം കഴിക്കാനുള്ള അവസരം ബാലിന്റെ പ്രവാചകന്മാർക്ക് കൊടുത്തു. അവർ ധാരാളം പേരുണ്ട് പ്രിയപ്പെട്ടവരെ, 1ഉം 2ഉമല്ല, 450 പേരുണ്ട്. ഏലിയാ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. 1-ാമത് യാഗം കഴിക്കാനുള്ള അവസരം അവർക്ക് കൊടുത്തു. ആ യാഗപീഠം ഒരുക്കി പ്രിയപ്പെട്ടവരെ കാളയേർത്ത് യാഗപീഠത്തിൽ വെച്ചു. അവരുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ നാം വായിക്കുന്നത്. വായിക്കാം 26. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി. ബാലേ ഉത്തരമരുളേണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ. പ്രിയപ്പെട്ടവരെ, അവർ രാവിലെ മുതൽ ഉച്ചവരെ വിളിക്കുകയാണ്. എന്ത്? ബാലേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ, ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ എന്ന്. രാവിലെ മുതൽ ഉച്ചവരെ ബാലിന്റെ പ്രവാചകന്മാര് ഒരുക്കി വെച്ച യാഗപീഠത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവര് തുള്ളുകയും അട്ടഹസിക്കുകയും, തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, രക്തം ഒഴുകുമാറ് അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി അവർ ഉച്ചത്തിൽ അട്ടഹസിച്ച് നൃത്തം ചെയ്തെല്ലാം ബാലിനെ വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് പറഞ്ഞു, അവൻ ദേവനല്ലേ, ഒരുപക്ഷെ അവൻ ഉറങ്ങുകയായിരിക്കും, നിങ്ങൾ ഉറക്ക വിളിക്കേ എന്ന്. ദൈവമക്കളെ, അവർ ഉറങ്ങുന്ന ദൈവത്തെ ഉണർത്തുവാൻ അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി അവർ നൃത്തം ചെയ്തു, ഉറക്ക വിളിച്ചു. എന്നാൽ ഭോജനയാഗം കഴിക്കുന്ന സമയമായിട്ടും ഒരു ഉത്തരമോ ഒരു ശബ്ദമോ ഉണ്ടായില്ല. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? ജാതികളുടെ ആരാധന, ജാതികളുടെ പ്രാർത്ഥന അത് വെറും ജൽപ്പനമാണെന്ന്, അതിഭാഷണത്താല് ഉത്തരം കിട്ടുമെന്ന് കരുതിയാണ് അവരായിരിക്കുന്നത്. കർത്താവ് പറയാണ്, നിങ്ങൾ അവരെ പോലെയാകരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അതുപോലുള്ളതാണോ? വാരി കോരി ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറഞ്ഞ് നാം സമയം ചിലവഴിക്കുന്നവരാണോ? അതോ പ്രിയപ്പെട്ടവരെ, മുഴങ്കാലിരുന്നിട്ട് ഹൃദയം ദൈവസന്നിധിയിൽ പകരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവമക്കളെ, പ്രാർത്ഥന 2 വിധം പ്രാർത്ഥനയുണ്ട്. എന്ത്? പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, തെറ്റാണെന്നല്ല ദൈവമക്കളെ. എന്നാൽ അത് പ്രാർത്ഥിക്കുന്നതിന് പ്രിയപ്പെട്ടവരെ ഏകാഗ്രത വേണമെന്നില്ല, ജീവിത വിശുദ്ധി വേണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് ഒരറ്റം മുതൽ ഒരറ്റം വരെയും അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന് ഹൃദയം നിർമ്മലമായിരിക്കണമെന്നില്ല, ജീവിതത്തിൽ ഒരു സമർപ്പണം വേണമെന്നില്ല, ഒരു നിഷ്ഠ വേണമെന്നില്ല.
എന്നാൽ ദൈവമക്കളെ ഞാൻ പറയും, ഈ നിസ്സാരനായി ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹൃദയം കർത്താവിന്റെ സന്നിധിയിലേക്ക് പകരണമെങ്കിൽ മുഴങ്കാലിലിരുന്ന് യേശുക്രിസ്തുവിന്റെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് അവനെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തില് ഈ ഭൂമിയിൽ ആരോടും ഒരു ഇഷ്ടക്കുറവോ പരിഭവമോ മൂഷിച്ചിലോ അകൽച്ചയോ ഉണ്ടാകരുത്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവമക്കളെ, എഴുതപ്പെട്ട പ്രാർത്ഥനകളല്ല, പിന്നെയോ മനുഷ്യന്റെ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവമക്കളെ, നമുക്ക് ദൈവത്തോടൊരു ബന്ധം വേണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയും, മനുഷ്യനോട് കുറ്റമില്ലാത്ത മനസാക്ഷി വേണം, ദൈവത്തോട് കുറ്റമില്ലാത്ത മനസാക്ഷി വേണം. സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ദൈവമക്കളെ, ഇന്ന് മനസ്സിലാക്കണം, ദൈവത്തോടും മനുഷ്യരോടും ഒരു കുറ്റമില്ലാത്ത മനസാക്ഷി നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. എങ്കിലേ നമ്മുടെ പ്രാർത്ഥന ഉയരത്തിലേക്ക് മുങ്ങുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എങ്കിലേ നമ്മുടെ പ്രാർത്ഥന മേലുള്ള ഊർജ്ജലേമിലേക്ക് കടന്നു ചെല്ലുകയുള്ളൂ. ദൈവമക്കളെ, കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കയില് ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്നവരായി തീരരുത് എന്ന്. വായിക്കാം, നമുക്ക് 6:25 വായിക്കാം, മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും, പറയുന്നത് എന്തു തിന്നും എന്തുടുക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും, എന്തു ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് ചോദിക്കുകയാണ്, ഈ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ഇതിനേക്കാളെല്ലാം വലുതായ ഒരു ജീവൻ നിങ്ങളിലുണ്ട്, ഒരു ആത്മാവ് നിങ്ങളിലുണ്ട്. കർത്താവ് പറയുകയാണ്, എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും ഇങ്ങനെയുള്ള ഈ പുറമേയുള്ള മനുഷ്യന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിചാരപ്പെടരുത്. ഒരു ജീവൻ, ഒരു ആത്മാവ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം താക്കിയിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയും, ആത്മാവ് അതിന് നൽകിയ ഉടയവന്റെ അരികിലേക്ക്, ദൈവസന്നിധിയിലേക്ക് പറന്നു പോകുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിന് നൽകിയ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകണം. പ്രിയപ്പെട്ടവരെ, എന്തിനെ കുറിച്ചാണ് വിചാരപ്പെടാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ആത്മാവിനെ കുറിച്ച് നാം കരുതലുള്ളവരായിരിക്കണം. നമ്മുടെ ആത്മാവ്, പ്രിയപ്പെട്ടവരെ, അത് കെട്ടുപോകരുത്, അത് അന്ധകാരത്തിലായി പോകരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ പ്രകാശം കുറഞ്ഞു പോകരുത്. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, എൻ്റെ ആത്മാവിൽ എനിക്ക് കത്തി ജ്വലിച്ചു നിൽക്കണമെന്ന്, എനിക്ക് പുതിയൊരു ഹൃദയം തരണമേ എന്ന്, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന്, ലോകത്താലുള്ള കളങ്കം പറ്റാതെ എന്നെ നിർത്തണമേ എന്ന്. ഇതൊന്നും മനുഷ്യന്റെ സ്വന്തം ശക്തി കൊണ്ട് സാധ്യമായ കാര്യങ്ങളല്ല. പിന്നെയോ അവന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇറങ്ങിയെന്നെങ്കിൽ മാത്രമേ പാപത്തിന്റെ മേൽ ജയവും, പ്രിയപ്പെട്ടവരെ, പ്രത്യാശയുള്ള ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. നമ്മിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, എത്ര പേര് ആവശ്യക്കാരാണ്? അല്ല, എത്ര പേര് അത്യാവശ്യക്കാരാണ്? എനിക്കിത് കൂടിയേ കഴിയൂ കർത്താവേ എന്ന്, ഈ പാപം എന്നെ തുടരുതെന്ന്. എൻ്റെ കർത്താവേ, ഈ ലോകത്തിലെ ചിന്തകളും ഭാരങ്ങളും വിചാരങ്ങളും ഒന്നും എൻ്റെ ഹൃദയത്തെ ഭരിച്ചിട്ട് എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവമക്കളെ, കർത്താവ് മാർത്തയോട് പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനം കലങ്ങിയിരിക്കുന്നു. കർത്താവുകളോട് പറഞ്ഞു, ഇതൊന്നും അല്ല അത്യാവശ്യമുള്ളത്, പിന്നെയോ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. കർത്താവ് പറയാണ്, മാർത്തേ, നീ ഇങ്ങനെ ഭാരപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടക്കുറവും മുഷിച്ചിലും വരേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞു, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ, നിന്റെ സഹോദരി കണ്ടോ, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൾ എൻ്റെ പാദപീഠത്തിൽ ഞാൻ വന്നത് മുതൽ ഇരിക്കുകയാണ്, അവൾ എൻ്റെ വചനം കേൾക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്? ആ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ വരും. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. ദൈവമക്കളെ, ഏതാ ഒന്ന്? പൂജ്യമാകുന്ന, പരാജയമാകുന്ന എന്നോട് കൂടെ പ്രിയപ്പെട്ടവരെ ഒന്നാകുന്ന യേശുക്രിസ്തു ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം വിചാരപ്പെടണ്ട, നാം ഭയപ്പെടണ്ട, നാം നിരാശപ്പെടണ്ട. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെന്ന് വിചാരപ്പെടുന്നതിനെ കുറിച്ചാ അതായത് സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നാളെയെ കുറിച്ചാണ് മനുഷ്യൻ വിചാരപ്പെടുന്നത്. അകാരണമായ ചിന്തകൾ, ഹൃദയ ഭാരങ്ങള്. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ പറയും,
ഈ ഒരു അകാരണമായ ഭയപ്പാട്, എനിക്കൊരു രോഗം വരുമോ, എനിക്ക് കടം വരുമോ, നാളെ എനിക്ക് എന്തെങ്കിലും കെടുതി വരുമോ, ഇങ്ങനെയുള്ള അകാരണമായ ചിന്തകൾ ഭരിക്കുന്നവരുണ്ട്. ഇതെല്ലാം കാരണം എന്താ പ്രിയപ്പെട്ടവരെ? യേശു ഹൃദയത്തിലില്ല, യേശുവിൻ്റെ ആത്മാവ് ഹൃദയത്തിലില്ല. വചനം കേൾക്കുന്നുണ്ട്, കൂട്ടായ്മ കൂടുന്നുണ്ട്, എന്നാൽ പ്രിയപ്പെട്ടവരെ ശരിയായ സമർപ്പണത്തിലേക്ക് വന്നിട്ടില്ല, ലോകം വിട്ടിട്ടില്ല, പാപം വിട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം കൂടെയുള്ള ഒരു ആത്മീയമാണെന്ന് അനേകർക്കും. അതുകൊണ്ട് നാളെയെക്കുറിച്ച് വിചാരപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയും, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6 നമുക്ക് വായിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വായിക്കാം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, എന്താ കേട്ടത്? ഒന്നിനെ കുറിച്ചും, രോഗത്തെ കുറിച്ചോ, കടത്തെ കുറിച്ചോ, പ്രിയപ്പെട്ടവരെ നാളെ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചോ, നമ്മുടെ മക്കളെ കുറിച്ചോ, ഈ ലോകത്തിലെ ഉപജീവന ചിന്തകളെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട എന്നല്ല, പിന്നെയോ വിചാരപ്പെടരുത്. ദൈവമക്കളെ, ചിന്തയും വിചാരപ്പെടുന്നതും രണ്ടാണ്. കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വചനം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങള്, നിങ്ങളുടെ ഭാരവിഷയങ്ങള് എല്ലാ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അങ്ങനെയായാൽ എന്ത് നടക്കും? താഴ്ത്തു വായിക്കുക. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കപ്പെടും. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമുക്കൊരു നിമിഷം കുരിശിലേക്ക് നോക്കാം. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങളും ആകുലങ്ങളും നിരാശയുടെ വിഷയങ്ങളും, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആവലാദികളും ഞങ്ങളുടെ കടഭാരത്തെക്കുറിച്ചുള്ള വേവലാദികളും എല്ലാം അവിടുത്തെ കുരിശിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇറക്കി വെക്കുന്നു. കർത്താവേ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുന്ന് അവിടുത്തെ തിരുവചനം ഞങ്ങൾ വായിച്ചു കേട്ടല്ലോ. കർത്താവേ, ഇതിനെല്ലാം പരിഹരിക്കുന്ന, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. കർത്താവേ, ആ സ്വർഗീയമായ, എൻ്റെ കർത്താവേ, അഭൗമികമായ ആ സ്വർഗീയ ശാന്തിയും സമാധാനം കൊണ്ട് നിന്റെ മക്കളായി ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവനാമം മഹത്വപ്പെടുവാൻ.